ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഐ തിങ്ക് ആ സ്ലൈഡ് മിസ്സിംഗ് ആണ്. ഓക്കെ, ബട്ട് ഇനി അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോറിലേഷന്റെ, അപ്പൊ നിങ്ങൾക്ക് കോറിലേഷൻ റിഗ്രഷന്റെ ഇക്വേഷൻസ് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തത് മനസ്സിലായല്ലോ? അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഇനി ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കോറിലേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട് ആൻഡ് ഇവർ തമ്മിലുള്ള കോറിലേഷൻ തന്നിട്ടുണ്ട്. ഇഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് 0.3. സോ ഇവിടെ പറയുന്ന കോറിലേഷൻ കോയിഫിഷ്യന്റ് എക്സിന്റെ വൈന്റെ ഇടയിലുള്ളത് 0.3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദ കോറിലേഷൻ കോയിഫിഷ്യൻ ബിറ്റ്വീൻ 2x ആൻഡ് 3y ഈസ്, ഓക്കെ, നമ്മൾ എക്സും വൈയും 2x ഉം 3y ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കോറിലേഷൻ കോയിഫിഷ്യന്റ് മാറുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.3 തന്നെയാണ്. അതായത് ഇവരുടെ തമ്മിലുള്ള റിലേഷൻ മാറത്തില്ല. ഇപ്പൊ എക്സിന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വൈനെ ഞാൻ വേറൊരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ എന്ത് സംഭവിക്കില്ല? അവർ തമ്മിലുള്ള റിലേഷൻ മാറത്തില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0.3 തന്നെയാണ്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളെ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ചേഞ്ച്. നമ്മളിങ്ങനെ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നോട്ടായിട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യുമ്പോൾ അതൊരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടിരിക്കാം. സോ ഇവിടെ വാല്യൂ 0.3 തന്നെയാണ്. Next question, the coefficient of correlation is the dash of coefficients of regression. Okay, so ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ആക്ച്വലി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും വെച്ചിട്ട്. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാനിപ്പോ പറയാം, ഞാൻ ആ PPT വരുമ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷനും കൂടെ ആ നോട്ട്സിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് തരാം. ഓക്കെ, സോ നമുക്ക് ഈ കോറിലേഷൻ കോഎഫിഷ്യന്റും കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും വെച്ചിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും ഉദ്ദേശിച്ചത് ഈ ബി എന്ന് പറഞ്ഞ വാല്യൂസ് കണ്ടോ? ഈ ബി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ബി എന്ന വാല്യൂ BXY എന്നും എഴുതാം, BYX എന്നും നമുക്ക് എഴുതാം. അത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. അതായത് BYX എന്ന് പറഞ്ഞാല് റിഗ്രഷൻ ഓഫ് Y ഓൺ X എന്നാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാല് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഓർഡറിലാണ് എഴുതുന്നത്. അതായത് Y Xനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. അപ്പോ Y ഓൺ X, റിഗ്രഷൻ ഓഫ് Y ഓൺ X, Y Xനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? Y ഈക്വൽ ടു AX പ്ലസ് B എന്ന് വരും. ഓക്കെ, അങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും. Y എന്ന് പറഞ്ഞാൽ Xന്റെ ടേംസിൽ എഴുതും. ഇനി BXY എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? റിഗ്രഷൻ ഓഫ് ആര് തമ്മിൽ ആരായിരിക്കും? X ഓൺ Y. അതായത് X ആരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു? ഡിപ്പെൻഡന്റ് ഓൺ Y. അതായത് X ഈക്വൽ ടു A പ്ലസ് BY അങ്ങനെ വരും. ഇൻ ടേംസ് ഓഫ് വൈന്റെ ടേംസിലായിരിക്കും വരുന്നത്. ഓക്കെ, ആ ഒരു നോട്ട് വരുന്നത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കാം. ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് ആ ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്തിരിക്കാം. ഐ തിങ്ക് ഡിലീറ്റ് ആയി പോയി തോന്നുന്നു. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ബട്ട് ഞാനത് ആഡ് ചെയ്തിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. റിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷനും എന്ന് പറയുന്നത് R ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ രണ്ടെണ്ണം ഉണ്ട്, BXY യും BYX ഉം. അവരുടെ പ്രോഡക്റ്റിന്റെ റൂട്ടിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം P എന്നും Q എന്നും രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ജിയോമെട്രിക് മീൻ എങ്ങനെ എഴുതുന്നത്? റൂട്ട് ഓഫ് PQ എന്നല്ലേ? അപ്പോ ആ ഫോർമാറ്റിലല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. BYX ഉം BXY യും കൂടെ ഇടയിലുള്ള ജിയോമെട്രിക് മീൻ അല്ലേ റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. അപ്പൊ അതല്ലേ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താണ്? ജിയോമെട്രിക് മീൻ ആണ്. ഓക്കെ,
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് റിഗ്രഷന്റെ മീനിങ് മനസ്സിലായെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ പറ്റും. റിഗ്രഷൻ അനാലിസിസ് കൺസേൺസ് വിത്ത് പ്രഡിക്ഷൻ ഓഫ് ഏതാണ്? ഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ ഉറപ്പാണോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല? ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ മൗനം സമ്മതമെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ യെസ്, റൈറ്റ് ഓപ്ഷൻ ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മുടെ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു വാല്യൂ എക്സും വൈയും ഉണ്ടെങ്കിൽ ഇഫ് യു ആം റൈറ്റിംഗ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഇവിടെ വൈ എന്ത് ചെയ്യുവാണ്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ വൈനെ പ്രഡിക്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെ? ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ആ വാല്യൂ വെച്ച് എനിക്ക് പ്രഡിക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ, വേരിയബിൾ ആണെങ്കിൽ അതെങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? പ്രിഡിക്ട് ചെയ്യാം. സോ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എന്താണ്? ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രിഡിക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2, ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. രണ്ട് ലൈൻ തന്നിട്ടുണ്ട്. ലെറ്റ് എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 and 2x plus 3y plus 4 equal to 0 are two lines of regression computed from some bivariate data. If theta is the acute angle between them, then what is the value of 488 tan 3 theta? ഓക്കെ, ഇത് ലൈക്ക് നമുക്ക് അധികം കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വലിയ കൺസെപ്റ്റ് ഒന്നും ഇവിടെ ആക്ച്വലി വരുന്നില്ല. ബട്ട് യാ, നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ റിഗ്രഷന്റെ ആ ഒരു ടേം കണ്ടോണ്ട് നമുക്കത് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമുക്കറിയാം എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ്. അപ്പൊ ബൈ വേരിയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബൈ എന്ന് പറയുമ്പോൾ 2, വേരിയറ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആണ്. അപ്പൊ രണ്ട് വേരിയബിൾസിന്റെ ഡേറ്റയെ അവർ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0യും 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഇവർ തമ്മിൽ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ രണ്ട് ലൈൻസ്, ഇപ്പൊ ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 488 tan 3 തീറ്റ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് ബേസിക് ആയിട്ട് നമുക്ക് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇപ്പൊ രണ്ട് ലൈൻസ് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ എഴുതാം. ഫോർ ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ നമ്മളെ രണ്ട് ആംഗിൾസ്, ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ two lines given by a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0 is എങ്ങനെ എഴുതുന്നേ? നമ്മൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലെ? സ്ലോപ്സ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ടാൻ തീറ്റ എഴുതും. ടാൻ തീറ്റ ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2, വേർ m1 m2 എന്താണ്? m1 m2 are slopes. Yes, good. Slopes of the line. നമ്മൾ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, ഫസ്റ്റ് a1x പ്ലസ് b1y പ്ലസ് c1ന്റെ സ്ലോപ്പ് ആണ് m1 എന്ന് പറയുന്നത്, മറ്റതിൻ്റെത് m2. അപ്പൊ സ്ലോപ്പ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഫോർമാറ്റ് അറിഞ്ഞു അല്ലെ? y is equal to mx പ്ലസ് c എന്നൊരു ഫോർമാറ്റിൽ. ഇപ്പൊ നമ്മൾ a1x പ്ലസ് b1y പ്ലസ് c1 അങ്ങനെ എഴുതിയിരിക്കും അല്ലെ? ഇതിന് ഈ y ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് m എന്ത് കിട്ടും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? സോ അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വേണ്ടത് തീറ്റയാണ് അല്ലെ? അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ ഇവിടെ സ്ലോപ്പ് വേണം. അപ്പൊ രണ്ട് ഇക്വേഷന്റെ സ്ലോപ്പ് നമുക്ക് എഴുതണം. ഫസ്റ്റ് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഫോർമാറ്റിലോട്ട് എഴുതുവാണ്. ഇവിടെ ഞാൻ 1ഉം 2ഉം കൊടുക്കാം, അല്ലെങ്കിൽ കുറെ തവണ എഴുതണം. ഫ്രം 1 നമുക്ക് എന്താ കിട്ടുന്നത്? ഓ അല്ല, ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല അല്ലെ? ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻസ് രണ്ടും തന്നിട്ടുണ്ട്. ഞാൻ ഈ ജനറൽ ഫോർമുല അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫ്രം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. എക്സ് പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് 2x പ്ലസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0. ഇനി ഇതിന് y ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? y is equal to മൈനസ്
1/2x മൈനസ് 1/2 വൈനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതാം y ഈക്വൽ ടു -2/3x മൈനസ് 4/3. അപ്പൊ ഇവിടെ എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എം എന്ന് പറഞ്ഞെടുക്കുന്നത് അല്ലേ. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എം അല്ലേ. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എങ്ങനെ വരും? m1 ഈക്വൽ ടു -1/2, ഇവിടുന്ന് m2 ഈക്വൽ ടു -2/3. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ ഈക്വൽ ടു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് m1 മൈനസ് m2 -1/2 -2/3 the modulus divided by 1 plus -1/. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2/3 മൈനസ് 1/2 വരും അല്ലെ. 4 മൈനസ് 3/6 1/6 വരും മേളില്. പിന്നെ വരുന്നത് മൈനസും മൈനസും മൾട്ടിപ്ലൈഡ് പ്ലസ് ആയി. അപ്പൊ 1/2 ഇൻറ്റു 2/3 1/3 വരും. അടുത്ത് 1 പ്ലസ് 1/3 വരും, അതായത് 3 പ്ലസ് 1/3 4/3 ഈക്വൽ ടു 1/8 വരും അല്ലെ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 3 ക്യാൻസൽ ആയി പോകും. ദെൻ 1/2 ഇൻറ്റു 2 ഇൻറ്റു 4 1/8 വരും. ഇപ്പൊ നമുക്ക് ഈ ടാൻ തീറ്റ കിട്ടിയല്ലേ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടത്? 488 ടാൻ തീറ്റയാണ് അല്ലെ. അപ്പൊ 488 ടാൻ തീറ്റയില് ടാൻ 3 തീറ്റയാണ്. അപ്പൊ ടാൻ 3 തീറ്റയുടെ ഇക്വേഷനും കൂടെ നമ്മൾ ഇവിടെ അറിയണം. അപ്പൊ ട്രിഗ്നോമെട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ട്രിഗ്നോമെട്രി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ ആണ് ടാൻ 3 തീറ്റയുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. 3 ഇൻറ്റു ടാൻ തീറ്റ 1/8 കണ്ടുപിടിച്ചത് അല്ലെ, മൈനസ് 1/8 the whole cube divided by 1 minus 3 into 1/8 the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/8 വരും, മൈനസ് 1/8 into 8 64 into 8 നമുക്ക് 8ന്റെ ക്യൂബ് വരുന്നത് 512 ആണ്. മൈനസ് 1 മൈനസ് 3/64. സോ ഇവിടെ 512 into 3 ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 8 കൂടെ ചെയ്യുമ്പോൾ 1528 വരും. 1528 divided by 8 into 512 divided by 61/64. ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ആയി പോകും അല്ലെ. 8ഉം 64ഉം ക്യാൻസൽ ആയി പോകും. സോ 1528 divided by 64ന്റെ 8 512ലും പോകില്ല. അപ്പൊ 1528 divided by 64 into 1/61. 64 1528ല് 191 ടൈംസ് 8 വരും. 1/8 into 61 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ടാൻ 3 തീറ്റ വരുന്നത്. പക്ഷെ നമുക്ക് ടാൻ 3 തീറ്റ ആണോ വേണ്ടത്? അല്ല, 488 ടാൻ 3 തീറ്റ അല്ലേ. അപ്പൊ 488 ടാൻ 3 തീറ്റ എന്ന് പറയുമ്പോൾ equal to 488 into 191 divided by 8 into 61. ആക്ച്വലി 8 into 61 ആണ് 488 അല്ലെ. അപ്പൊ അത് അത്രയും ക്യാൻസൽ ആയി പോയിട്ട് വിൽ ഗെറ്റ് 191. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് ഈസ് ഓപ്ഷൻ 191. ആക്ച്വലി നമ്മുടെ കോറിലേഷൻ റിഗ്രഷൻ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് നമ്മുടെ ഒരു എന്താണ് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു ആപ്ലിക്കേഷൻ ആണിത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് ഇനി ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയല്ലോ ഇതിൽ കൂടെ. സോ കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇഫ് ആർ ഈക്വൽ ടു 0.8 bxy is 0.32 then what is the value of byx അല്ലെ. അപ്പൊ ഇതിന്റെ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരാൾ പറഞ്ഞേ ഇതിന്റെ ഈ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഏതാ? കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ ആരെങ്കിലും? ജോമെട്രിക് മീൻ പോലെ റൂട്ട്. അതെ,
കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ ജോമെട്രിക് മീൻ ആണ്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ബി വൈ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ എന്ന് പറയുമ്പോഴത്തേക്കും 0.32 തന്നിട്ടുണ്ട് ഇൻറ്റു ബി വൈ എക്സ്. ഇപ്പൊ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ആർ സ്ക്വയർ ഈക്വൽ ടു 0.32 ഇൻറ്റു ബി വൈ എക്സ്. ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.8 തന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ 0.8 സ്ക്വയർ ഈക്വൽ ടു 0.32 ഇപ്പുറത്ത് കൊണ്ടുവരാം. 0.32 ഈക്വൽസ് ബി വൈ എക്സ്. അപ്പൊ ബി വൈ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 0.64 ഡിവൈഡഡ് ബൈ 0.32 വരും അല്ലെ, അതായത് 0.32ന്റെ 2 ടൈംസ് ആണ് 0.64. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ബി വൈ എക്സ് ഈക്വൽ ടു 2 ടൈംസ് കിട്ടും, അതായത് 2. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. അടുത്ത് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ നമുക്ക് 1 ആണെങ്കിൽ ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ 6 തന്നിട്ടുണ്ട്, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഞാൻ പറഞ്ഞു അത് പെർഫെക്റ്റ് കോറിലേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പെർഫെക്റ്റ് ലീനിയർ കോറിലേഷൻഷിപ്പ് കറക്റ്റ് ആണ് അല്ലെ. പിന്നെ ഒരു പോർഷൻ ഇത് നമുക്ക് തന്നിട്ടുള്ളത് റിഗ്രഷൻ ലൈൻസ് ബിക്കം ഐഡന്റിക്കൽ. അപ്പൊ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിഗ്രഷൻ കോഎഫിഷ്യൻസ് എക്സ് വൈയും വൈ എക്സ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റും, വൈ അപ്പോൺ എക്സ് എന്നും എക്സ് അപ്പോൺ വൈ എന്നും എഴുതാം. അപ്പൊ ഇത് രണ്ടും അങ്ങനത്തെ റിഗ്രഷൻ ലൈൻസ് ഐഡന്റിക്കൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അവരുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റും എന്ത് ചെയ്യുന്നത്, നമുക്ക് റൂട്ട് എടുത്ത് അവരുടെ ജോമെട്രിക് മീൻ എടുക്കുമ്പോൾ 1 വരുന്നത്. സോ റിഗ്രഷൻ ലൈൻസ് ഐഡന്റിക്കൽ ആകുമ്പോഴാണ് കോറിലേഷൻ, അവർ തമ്മിലുള്ള കോറിലേഷൻ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. സോ ഇത് കറക്റ്റ് ആണ്. പിന്നെ ഇതിന് നമുക്ക് കണ്ടുപിടിക്കാൻ വൈ എക്സും എക്സ് വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അല്ലേ, ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. അപ്പൊ ഇവിടെ 1 ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമുക്കിവിടെ സ്ക്വയർ എടുക്കാം. 1 ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. അപ്പം ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ബി വൈ എക്സ് എന്ന് പറയുന്നത് 1 ബൈ ബി എക്സ് വൈ ആയിട്ട് വരല്ലേ. അപ്പൊ ഈ റിലേഷൻ കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, ഓൾ ഓഫ് ദി എബോവ്. അപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ വരുമ്പോൾ ഈ 3 പോയിന്റ്സ് നമ്മുടെ കറക്റ്റ് ആണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് 0.8. 6 തന്നിട്ടുണ്ട്. കോവേരിയൻസ് ഈസ് 121. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് വൈ 64 തന്നിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ അല്ലേ, അത് വൈയുടെ. ഇനി വേരിയൻസ് ഓഫ് എക്സ് എന്താണ്, സിഗ്മ എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇത് കണ്ടുപിടിക്കാനും ആക്ച്വലി ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. നമ്മളെ കോവേരിയൻസും പിന്നെന്താണ് റിഗ്രഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റും കോവേരിയൻസും തമ്മിലുള്ളൊരു ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കോവേരിയൻസിന്റെ ഇക്വേഷൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു അല്ലെ. അതെന്തായിരുന്നു ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ആർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, കോവേരിയൻസ് ആയിട്ടുള്ള റിലേഷൻ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാലും മതി, ഒരിക്കൽ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മെമ്മറിയിൽ ഇരിക്കും. അത് നോട്ട് നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞാലും മതി. ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോവേരിയൻസും കോറിലേഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ആരും നോട്ട് ചെയ്തില്ലേ? ആഹാ, എന്നാ ഞാൻ തന്നെ പറയാം. ആർ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, കോവേരിയൻസിന്റെ താഴെ തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ. കോറിലേഷൻ കോഎഫിഷ്യന്റും കോവേരിയൻസും ആയിട്ടുള്ള റിലേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് 0.8, കോവേരിയൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ആർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കിട്ടത്തുള്ളൂ അല്ലെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയാലും വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എന്ന് പറയുന്നത് 0.8 ആണ്, ഈക്വൽ ടു 121. കോവേരിയൻസ് 121 തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് സിഗ്മ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ ആണ് എന്തും തന്നിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ എഴുതാം. നമുക്ക് ആർ ഈക്വൽ ടു 0.8 തന്നിട്ടുണ്ട്.
കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്താ തന്നിട്ടുള്ളത്? 121. സിഗ്മ വൈന്റെ സ്ക്വയർ വേരിയൻസ് തന്നിട്ടുണ്ട് 64, വിച്ച് ഇംപ്ലൈസ് സിഗ്മ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? √64 ഈക്വൽസ് 8 അല്ലേ? അതാണ് നമുക്ക് ഇവിടെ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ .8 121 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എത്രയാ? 8 വരും അല്ലെ? അപ്പൊ ഇവിടുന്ന് സിഗ്മ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാല് സിഗ്മ ഈക്വൽ ടു 121 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 8, അതായത് 121/6.4 വരെ അല്ലേ? അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 18.91 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ചാടിക്കയറി ഇവിടെ നിന്ന് ഓപ്ഷൻ 18.91 എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്, തെറ്റായിരിക്കും. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, വേരിയൻസ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ എക്സിന്റെ സ്ക്വയർ ആണ്. സോ 18.91 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ 18 സ്ക്വയറിന്റെ അടുത്ത് വരുന്നത് നമുക്കിവിടെ 357.59 ആണ് അല്ലെ? ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 357.59 വരും. സോ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1. സോ ഇത് ഒരു ഇക്വേഷൻ, ലൈൻസ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ നേരത്തെ പോലെ നമുക്ക് രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ തന്നിട്ടുണ്ട്. വി ആർ ഗിവൺ എക്സ് ഈക്വൽ ടു 2y + 4 വൈ ഈക്വൽ ടു kx + 6 and other lines of regression of x on y and y on x respectively. We have to find the value of k. R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ bx/y by/x ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? റിഗ്രഷൻ ഓഫ് y on x ഉം റിഗ്രഷൻ ഓഫ് x on y. ഞാൻ ആ കൺസെപ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. by/x എന്ന് പറയുന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത് റിഗ്രഷൻ ഓഫ് y on x ആണ്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് y ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. ഓക്കെ, അതായത് ഇപ്പൊ ഇക്വേഷൻ വന്നത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ b ആണ് എന്ത്? yx, by/x. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ bxy എനിക്ക് എഴുതാം. bxy എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇറ്റ് ഈസ് എ റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ. അതായത് എക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് അല്ലെ? അങ്ങനത്തെ ഇക്വേഷൻ ആയിരിക്കും. എക്സ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ വൈ. അപ്പൊ നമുക്ക് ലീനിയർ റിഗ്രഷന്റെ ഇക്വേഷൻസ് രണ്ട് രീതിയിൽ എഴുതാം. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് എന്നും നമുക്ക് എഴുതാം. അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന് എഴുതും. അപ്പൊ ഇവിടുത്തെ ഈ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബി എക്സ് വൈ വരും അല്ലേ? അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ബി എക്സ് വൈയും ഈ ബി എന്ന് പറയുന്നത് ബി വൈ എക്സും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ രണ്ട് ലൈൻസിന്റെ കേസിൽ നിന്ന് നമുക്ക് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റ് കിട്ടും അല്ലെ? ബി എക്സ് വൈയും ബി വൈ എക്സ്. ഇതിന്റെ ജോമെട്രിക് മീൻ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആർ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പോ ഞാനിപ്പോ ഇതുമാണ് എക്സ് ഈക്വൽ ടു 2y + 4. ഇത് എക്സിന്റെ എക്സ് ഓൺ വൈ ആണ് അല്ലെ? അപ്പോ എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ബി ഓഫ് എക്സ് ഓൺ വൈ കിട്ടും. അതെന്തായിരിക്കും? വൈന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും അല്ലെ? അതായത് 2. അതുപോലെ തന്നെ y ഈക്വൽ ടു കെ, ഈ ഫോർമാറ്റ് kx + x, y ഈക്വൽ ടു kx + 6. അപ്പൊ ഇതില് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ആര്? by/x അല്ലെ? അപ്പൊ by/x ഈക്വൽ ടു ഇവിടെ എന്താണ്? k വരുന്നുണ്ട്. നമുക്കറിയാം r ഈക്വൽ ടു ± √by/x ഇൻറ്റു bxy. r തന്നിട്ടുണ്ട് 0.5 ആണ്, ഇറ്റ് ഈസ് ഗിവൺ. സോ 0.5 ഈക്വൽ ടു ± by/x എന്താണ്? k ആണ്. bxy എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് r ഇസ് 0.5. ഇപ്പൊ 0.5ന് ഞാൻ ജസ്റ്റ് 1/2 എന്ന് എഴുതാം. ഓക്കെ, 1/2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 2k എന്ന് വരും. ഇംപ്ലൈസ് k ഈക്വൽ ടു 1/4 ഇൻറ്റു ഈ 2 കൂടെ താഴെ പോകും അല്ലെ? 1/8. അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ 1, 1/8.
ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.